ഏറ്റവും വലിയ ദുആഉൽ കർബ്, മനപ്രയാസം വരുമ്പോ ചൊല്ലാൻ ഇതാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. മനപ്രയാസം വരുമ്പോ റീൽസിൽ 2 വീഡിയോ എടുത്തിടലല്ല, അല്ലെങ്കിൽ മനപ്രയാസം വരുമ്പോ ചമഞ്ഞൊരുങ്ങിയിട്ട് സോഷ്യൽ മീഡിയയിൽ സജീവമാകലല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും മനപ്രയാസം വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഇന്നത്തെ ഈ കാലഘട്ടത്തിന്റെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടലല്ല. മനസ്സിന് അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. പടച്ചവനെ, ഞാൻ അക്രമിയാണ്, നിന്റെ പരിശുദ്ധി ഞാൻ വാനോളം പുകഴ്ത്തുകയാണ്, അല്ലാഹുവേ എന്നെ രക്ഷപ്പെടുത്തണം, നീ അല്ലാതെ വേറെ ആരുമില്ല എന്ന് പറഞ്ഞ ആ ദുആ ഒരാൾ ചൊല്ലിയാൽ വകദാലിക നുൻജിൽ മുഅ്മിനീൻ, എന്ത് പ്രയാസം ഉണ്ടെങ്കിൽ അല്ലാഹു മാറ്റി തരുമെന്ന് വിശുദ്ധ ഖുർആൻ. ഖുർആനിലുണ്ടാവും, പിന്നെ ചോദിക്കണ്ടല്ലോ ബുഖാരിയിലാണോ മുസ്ലിമിലാണോ, ഖുർആനിൽ തന്നെ ഉണ്ടല്ലോ. അപ്പൊ ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞ കാര്യമാണ്. ആ യൂനുസ് നബി അലൈഹിസ്സലാം ചൊല്ലിത്തന്ന ദിക്ർ ദുആഉൽ കർബായി അഷ്റഫുൽ ഖൽഖ് തന്റെ പ്രിയപ്പെട്ട സഖാക്കളെ സതീർത്യന്മാരെ പഠിപ്പിച്ചു കൊടുക്കുമ്പോ ഇത് ലോകത്തിന് സമ്മാനിക്കാൻ വേണ്ടിയിട്ടാണ് യൂനുസ് നബിയെ മത്സ്യം വിഴുങ്ങിയത്. അങ്ങനെ മത്സ്യം വിഴുങ്ങിയപ്പോഴാണ് ഈ ദുആ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹു ഒരു സബബ് വെച്ചതാ. ആദം നബി തെറ്റ് ചെയ്തു, ഫഅസാ ആദമു റബ്ബഹു ഫഗവാ. ആദം നബി അലൈഹിസ്സലാം തെറ്റ് ചെയ്ത് വിലക്കപ്പെട്ട കരുതുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു പ്രവാചകൻ തെറ്റ് ചെയ്യുമെന്ന്? ഒരിക്കലുമില്ല. തെറ്റ് ചെയ്തോ? ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ അള്ളാഹ് പറഞ്ഞ എന്താ? ഹസനാത്തുൽ അബ്റാരി സയ്യിആത്തുൽ മുഖറബീൻ എന്നൊരു തത്വമുണ്ട്. അതൊക്കെ പോട്ടെ, ഏറ്റവും പ്രിയപ്പെട്ടവർ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് സഹിക്കാൻ പറ്റൂല. വേറെ ആരെന്ത് ചെയ്താലും നമുക്ക് പ്രശ്നമല്ല. ഏറ്റവും വേണ്ടപ്പെട്ടവർ, നമ്മുടെ ജീവന്റെ ജീവനായി നമ്മൾ കാണുന്നവർ, നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ സ്പന്ദനങ്ങളും അറിയുന്ന ആളുകൾ എന്ത് ചെയ്താലും നമുക്കത് സഹിക്കാൻ പറ്റൂല. അത് തന്നെ അവിടെ സംഭവിച്ചത് അള്ളാഹു സംഭവിപ്പിച്ചതാണ്. കാരണം എന്താ? ഭൂമിയിലത്തേക്ക് വേണ്ടി സൃഷ്ടിച്ച മനുഷ്യനെ സ്വർഗത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് താഴെ ഇറക്കണമെങ്കിൽ ന്യായം ഉണ്ടാവണം. അതിന് അള്ളാഹുവിന്റെ ഹിക്മത്താണത് പഴം കഴിപ്പിച്ചത്. യൂനുസ് നബി അലൈഹിസ്സലാമിനെ ഈ രീതിയിൽ അല്ലാഹു തആല പരീക്ഷണം കൊടുത്തത് എന്തിന്റെ പേരിൽ? തസ്ബീഹ് കൊണ്ട് ഉമ്മത്ത് രക്ഷപ്പെടും അവരുടെ മനസ് ക്ലേശത്തിൽ നിന്ന് എന്ന് സമുദായത്തെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. യൂനുസ് നബി അലൈഹിസ്സലാമിന് ഒരല്പം അവധാനത കുറഞ്ഞുപോയി. അള്ളാഹുവിന്റെ പ്രവാചകന് സയ്യിദുനാ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ കഥ അറിയുമല്ലോ. ഖളിർ നബി അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക് വരികയാണ് മൂസാ നബി അലൈഹിസ്സലാം. ഖളിർ നബിയുടെ മുന്നിലേക്ക് വന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാം ചോദിക്കുകയാ, ഖാല മൂസാ ഖാല ലഹു മൂസാ ഹൽ അത്തബിഉക അലാ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദാ. അല്ലയോ ഖളിർ നബിയെ, എനിക്കൊന്ന് പഠിക്കാൻ നിങ്ങളുടെ കൂടെ എന്നെ ഒന്ന് നിർത്തുമോ? എനിക്ക് നിങ്ങളിൽ നിന്ന് സന്മാർഗം പഠിക്കാൻ ആഗ്രഹമുണ്ട്, തയ്യാറാണോ? ആ സമയത്ത് മഹാനായ ഖളിർ നബി അലൈഹിസ്സലാം മൂസാ നബിയോട് പറഞ്ഞതെന്താണ്? ഖാല ഇന്നക ലൻ തസ്തതിഅ മഇയ സ്വബ്റാ. നിനക്ക് ക്ഷമിക്കാൻ കഴിയില്ല, നിനക്ക് അവധാനത കുറവാണ് മൂസാ. അവധാനത കുറവുള്ള ആളുകൾക്ക് എന്റെ മുമ്പിൽ നിന്ന് പഠിക്കാൻ കഴിയില്ല മൂസാ. ആ സമയത്ത് മൂസാ നബി വിട്ടില്ല, പറഞ്ഞു ഖളിർ നബിയോട്, ഇല്ല എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹം അറിയിക്കുമ്പോ സഹോദരങ്ങളെ 3 പരീക്ഷണങ്ങളിലും അവധാനത നഷ്ടപ്പെട്ടു പോയ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതെന്തെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ ഖളിർ നബി അലൈഹിസ്സലാമിനോട്, ഞാൻ അടങ്ങി ഒതുങ്ങി നിന്നുകൊള്ളാം, അങ്ങയിൽ നിന്ന് സന്മാർഗം ഞാൻ പഠിച്ചുകൊള്ളാമെന്ന് പറയുമ്പോ മൂസാ നബി അലൈഹിസ്സലാമിനോട് ഖളിർ നബി അലൈഹിസ്സലാം പറഞ്ഞത്, ഖാല ഫഇൻ തബഅതനി ഫലാ തസ്അൽനി അൻ ശൈഇൻ ഹത്താ ഉഹദിസ ലക മിൻഹു ദിക്റാ. എന്താ കാര്യമെന്നതിന്റെ നിരൂപണം ഞാൻ നടത്തുന്നത് എന്നോടൊരു കാര്യത്തെ പറ്റി ചോദിക്കാൻ പാടില്ല. 3 സന്ദർഭങ്ങളിൽ അത് പാളിപ്പോയല്ലോ. മൂസാ നബി അലൈഹിസ്സലാമിന് അവധാനത നഷ്ടപ്പെട്ടപ്പോ ഖളിർ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ അവധാനത അല്പമൊന്ന് മൂസാ നബിക്ക് കുറഞ്ഞു പോയപ്പോ അള്ളാഹു പരീക്ഷിച്ചല്ലോ. എന്ത് പരീക്ഷണമാണ് അല്ലാഹു കൊടുത്തതെന്നറിയോ? ഖളിർ നബി അലൈഹിസ്സലാം എന്ന ഉസ്താദ്, അധ്യാപകന്, ടീച്ചർ മൂസാ നബി എന്ന വിദ്യാർത്ഥിയോട്, സ്റ്റുഡന്റിനോട്, മുതഅല്ലിമിനോട്
എന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞത് ഹാദാ ഫിറാഖു ബൈനീ വ ബൈനിക, ഓ മൂസ, നിന്റെയും ഇടയിൽ ഇതാ വേർപെട്ടു പോവുകയാണ്, ബന്ധമില്ല. ഇവിടെ നിന്ന് ഞാൻ നിന്നെ പുറത്താക്കുകയാ. ഇനി യൂണിവേഴ്സിറ്റിയിൽ നിനക്ക് പഠിക്കാൻ കഴിയില്ല. ഇനി എന്റെ ഗുരുമുഖത്ത് നിന്ന് നിനക്ക് അറിവ് ശേഖരിക്കാൻ പറ്റൂല. അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാമിനെ പരീക്ഷിക്കുകയാ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമോ ഒരു പ്രവാചകന്റെ ചരിത്രം അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ A to Z ഒരു അധ്യായത്തിൽ അല്ലാഹു കൊണ്ടുവന്ന ഏത് പ്രവാചകനാണെന്നറിയോ? ഒരു പ്രവാചകന്റെ ചരിത്രം, അദ്ദേഹത്തിന്റെ ജനനം മുതൽ അദ്ദേഹം കണ്ട അദ്ദേഹം അനുഭവിച്ച എല്ലാ പ്രവർത്തന മേഖലകളും, അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, അവസാനം അദ്ദേഹം മരിക്കുന്നത് വരെയുള്ള സകലമാന വിഷയങ്ങളും, ആദ്യം മുതൽ അവസാനം വരെയുള്ള സകലമാന വിഷയങ്ങളും ഒരേ ഒരു അധ്യായത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രതിപാദിച്ചത് അത് ഏത് പ്രവാചകനാണെന്നറിയോ? എല്ലാ പ്രവാചകന്മാരുടെ ചരിത്രവും വ്യത്യസ്തമായ അധ്യായങ്ങളിൽ ചിന്നിച്ചിതറി കിടക്കുമ്പോ ഒരേ ഒരു പ്രവാചകന്റെ ചരിത്രം മാത്രമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏകോപിപ്പിച്ചിട്ടുള്ളത്. ആ പ്രവാചകന്റെ ചരിത്രത്തില് അല്ലാഹു ആദ്യം മുതൽ അവസാനം വരെയും ഒരു വാക്കുപോലും യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന പ്രവാചകനെ പറ്റി പറയുമ്പോ ഒരു വാക്കുപോലും സഹോദരങ്ങളെ അല്ലാഹു മറ്റൊരു അധ്യായത്തിന് വേണ്ടി മാറ്റിവെച്ചില്ല. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പറ്റി ഒരു അധ്യായത്തിൽ മാത്രം അല്ലാഹു തആല പരാമർശിക്കുമ്പോ ആ അധ്യായത്തിന് അല്ലാഹു പേര് കൊടുത്തതാ പ്രവാചകന്റെ പേരാ. നിരവധി പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയുന്നുണ്ട്, സാഫാത്തിലും സ്വാദിലും ഖസസിലും അംബിയായിലുമൊക്കെ. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്ന അധ്യായമേതെന്ന് ചോദിച്ചാൽ ഏക അഭിപ്രായത്തിൽ എല്ലാവരും പറയുന്ന സൂറത്ത് യൂസുഫ് എന്നല്ലേ? ആ ചരിത്രത്തിൽ അല്ലാഹു മറ്റൊരു പ്രത്യേകത കൂടി കൊടുത്തു. എന്താണെന്നറിയോ? അഹ്സനുൽ ഖസസ് എന്ന് അല്ലാഹു പറഞ്ഞതാരുടെ ചരിത്രമാ? ഏറ്റവും നല്ല ചരിത്രം എന്ന് അല്ലാഹു പറഞ്ഞതാരുടെ ചരിത്രമാ? അത് ആദം നബിയുടെ ചരിത്രമല്ല, ഈസാ നബിയുടെ ചരിത്രമല്ല, മൂസാ നബിയുടെ ചരിത്രമല്ല. ആരുടെ ചരിത്രമാണെന്നറിയോ? 950 വർഷക്കാലം ദീനിന് വേണ്ടി ദഅവത്ത് നടത്തിയ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമല്ല. പിന്നെയോ സഹോദരങ്ങളെ, മഹാനായ സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം. ആ ചരിത്രത്തെ അല്ലാഹു പരാമർശിക്കുന്ന അഹ്സനുൽ ഖസസ് എന്ന ഏറ്റവും നല്ല ചരിത്രം എന്നാണ് അല്ലാഹു പരാമർശിച്ചത്. ആ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ നമുക്കറിയുമല്ലോ, അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ട സാഹചര്യമുണ്ടായി. ആ ജയിലിൽ അദ്ദേഹം കഴിയുന്ന സമയത്ത് ഏറ്റവും നല്ല അവധാനത ഉണ്ടായ പ്രവാചകനാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. അദ്ദേഹം ജയിലിനകത്ത് കിടക്കുമ്പോ സഹതടവുകാര് പാതിരാത്രിയുടെ നിശബ്ദതയിൽ ഒരു സ്വപ്നം കാണുകയാ. ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ചോദിച്ച് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുന്നിലെത്തുകയാ. സഹതടവുകാരനാണല്ലോ, അവരുടെ കുശലാന്വേഷണങ്ങളിൽ, കൊച്ചു കൊച്ചു വർത്തമാനങ്ങളിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് താൻ കണ്ട സ്വപ്നത്തെ പറ്റി പറഞ്ഞു കൊടുക്കുമ്പോ രണ്ടുപേരോട് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അറിയിച്ചു കൊടുത്തു. അത് രണ്ട് സംഭവിക്കുകയുണ്ടായി. അങ്ങനെ കൊട്ടാരത്തിൽ രാജാവിന്റെ കൊട്ടാരത്തിനകത്ത് ജോലി കിട്ടിയ സഹതടവുകാരിൽ നിന്ന് പിൽക്കാലത്ത് രാജാവ് കണ്ട ഒരു സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അറിയാൻ എന്താണൊരു മാർഗമെന്ന് അന്വേഷിക്കുമ്പോ സഹോദരങ്ങളെ, എന്നോടൊപ്പം സഹതടവുകാരനായിരുന്ന യൂസുഫ്, കാണാ നല്ല മുഞ്ചനായ യൂസുഫ്, ഇപ്പോഴത്തോളം സൗന്ദര്യമുള്ള മറ്റൊരാളുണ്ടോ? ആ സൗന്ദര്യത്തിന്റെ മുഖടോദാഹരണമായ യൂസുഫ് നബി അലൈഹിസ്സലാം രാജാവിന്റെ സ്വപ്നം കേട്ടിട്ട് അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുമ്പോ സഹോദരങ്ങളെ, ആ രാജാവ് പെട്ടെന്ന് തന്നെ ദൂതനെ അയക്കുകയാ. എന്താ ദൂതനെ അയച്ചുകൊണ്ട് പറഞ്ഞ കാര്യമെന്നറിയോ? ഇനി അവൻ ആ യൂസുഫിന് ജയിലിൽ കിടക്കേണ്ടവനല്ല യൂസുഫ്. അവിടെ നിന്ന് അദ്ദേഹത്തെ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാ. ആ സമയത്ത് രാജാവ് എന്താ പറഞ്ഞത്? വഖാലൽ മലികു യൂതുനി ബിഹി, ഓടിപ്പോയി യൂസുഫിനെ എന്റെ മുന്നിൽ കൊണ്ടുവാ. ഫലമ്മാ جاءه الرسول قال ارجع إلى ربك فاسأله ما بال النسوة اللاتي قطعن أيديهن إن ربي بمكرهن عليم.
രാജാവിന്റെ ദൂതുമായിട്ട് കൊട്ടാരത്തിൽ നിന്ന് വരികയാണ് സഹതടവുകാരനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കാരാഗ്രഹത്തിന്റെ കാരിരുമ്പടികൾക്കുള്ളില് വന്നിട്ട് പറഞ്ഞു, രാജാവ് വിളിക്കുകയാണങ്ങ് വരണേ, അങ്ങയെ മോചിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോ രാജാവിന്റെ ആ ദൂതനോട് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞതെന്തെന്നറിയോ? ഇർജിഇ ഇലാ റബ്ബിക, പൊക്കോടാ നിന്റെ യജമാനന്റെ മുന്നിലേക്ക് ചെല്ലുക, എന്നിട്ട് ചെന്നിട്ട് എന്റെ കേസിന്റെ കാര്യം എന്താ എന്ന് ചോദിക്കുക. പുറത്തു കടക്കാൻ ഒരു അവസരം കിട്ടിയതാണ്, സുവർണാവസരമാണ്. ഇല്ല, എന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടാതെ എനിക്ക് ജയിലിൽ നിന്ന് പുറത്തു വരണ്ട, അതുകൊണ്ട് തന്നെ പറഞ്ഞു വിട്ടു. ചെന്നിട്ട് പറ, പെണ്ണുങ്ങളുടെ വിഷയം എന്തായി? ഇവിടത്തെ മിസ്രിന്റെ പെണ്ണുങ്ങളുടെ കാര്യം എന്താണ്? അതിന്റെ ഒരു തീരുമാനം വരട്ടെ, എന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞപ്പോൾ സഹോദരങ്ങളെ, ഖാലത്തിമ്റഅത്തുൽ അസീസ്, മന്ത്രിയുടെ പ്രിയപത്നി ഓടി വരികയാ. എന്നിട്ട് രാജാവിന്റെ മുന്നിൽ വന്നിട്ടെല്ലാം ഏറ്റുപറയുകയാ, അൽആന ഹസഹസൽ ഹഖ് അന റാവതുഹു അൻ നഫ്സിഹി വ ഇന്നഹു ലമിനസ് സാദിഖീൻ. മന്ത്രി പത്നി വന്നിട്ട് പറയുകയാണ്, തെറ്റെന്റെ ഭാഗത്താണ്, യൂസുഫ് നിരപരാധിയാണ്, യൂസുഫ് നിരപരാധിയാണ്, അതുകൊണ്ട് അവനെ വെറുതെ വിടണമെന്ന് പറയുമ്പോ സഹോദരങ്ങളെ, നീണ്ട എത്രയോ വർഷം തടവറകളിൽ കഴിഞ്ഞ അഭിപ്രായങ്ങൾ പലതുണ്ട്. 7 വർഷമെന്നുണ്ട്, 11 വർഷമെന്നുണ്ട്, എത്രയോ ആകട്ടെ. സഹോദരങ്ങളെ, തടവറക്കുള്ളിൽ കഴിഞ്ഞിരുന്ന യൂസുഫ് നബി അലൈഹിസ്സലാമിന് വേണമെങ്കിൽ ആ രാജാവിന്റെ കൽപ്പന കേട്ട മാത്രയിൽ സുവർണാവസരമാണ് ജയിലിൽ നിന്ന് പുറത്തു വരാ. പക്ഷെ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞ കാര്യം എന്താ? എനിക്ക് അവസരമല്ല വലുത്, അവധാനതയാണ്. എനിക്ക് അവസരമല്ല വേണ്ടത്, അവധാനതയാണ്. എനിക്ക് വേണ്ടത് എന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടല. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ആ പെണ്ണുങ്ങളുടെ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം പറ. ആ സമയത്ത് സമ്പൂർണ്ണ നിരപരാധിയാണ് എന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാം പുറത്തു വരികയാ. പിന്നീട് സഹോദരങ്ങളെ, യൂസുഫ് നബി അലൈഹിസ്സലാം ആരായി? ആ രാജ്യത്തിന്റെ ഏറ്റവും പരമോന്നതമായ അവസ്ഥയിലെത്തിയിട്ട് രാജ്യം ഭരിക്കുന്ന ആളായി മാറിയില്ലേ? റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിന തഅവീലിൽ ഹദീസ് ഫാത്തിറസ് സമാവാതി വൽ അർളി അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ. യൂസുഫ് നബി അലൈഹിസ്സലാം മരണാസന്നനാകുമ്പോൾ ചെയ്ത ദുആ അങ്ങനെയാ, പടച്ചവനെ, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക്, ഈജിപ്തിന്റെ അധികാരം എന്റെ കയ്യിൽ തന്ന അല്ലാഹ്, ഭരണസിരാ കേന്ദ്രത്തിന്റെ എല്ലാ ചെങ്കോലും എന്റെ കയ്യിൽ തന്ന പടച്ചവരെ, ഇന്ദ്രപ്രസ്ഥത്തിനകത്തിരുന്ന് ഒരു സമയത്ത് ഞാൻ ഈ തടവറക്കുള്ളിലായിരുന്നു. ഇന്ന് ഞാൻ അധികാരത്തിന്റെ ചെങ്കോല് പിടിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലാണ്. അതിനുള്ള അവസരം തന്ന സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കാനുള്ള അപാരമായ കഴിവെനിക്ക് തന്ന ആകാശത്തിന്റെയും ഭൂമിയുടെയും സംവിധായകനും സംരക്ഷകനും സംഹാരകനും നീയാ. അല്ലാഹുവേ, നീയാണ് എന്റെ സംരക്ഷകൻ ദുനിയാവിലും ആഖിറത്തിലും എന്ന് പറഞ്ഞു യൂസുഫ് നബി അലൈഹിസ്സലാം ദുആ രക്കുന്നത് ഖുർആൻ സൂറത്ത് യൂസുഫിൽ തന്നെ പറയുന്നുണ്ട്. ഒരു നിമിഷം എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഭാഗത്ത് യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ അവധാനതയുടെ കുറവ് മൂലം അല്ലാഹു ചെറിയ പരീക്ഷണം കൊടുത്തു. അത് പാഠം ഉൾക്കൊള്ളാനാണ്, ശരി തന്നെ. രണ്ടാമത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തില് ഖിളിർ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ അവധാനത കുറഞ്ഞു പോയപ്പോൾ സഹോദരങ്ങളെ, അവർ രണ്ടുപേരും തമ്മിൽ വിട്ടുപിരിയേണ്ടി വന്നു. എന്നാൽ അവധാനത മുറുകെ പിടിച്ച യൂസുഫ് നബി അലൈഹിസ്സലാം ആരായി? എല്ലാം നിരപരാധിത്വവും തെളിയിക്കപ്പെട്ടുകൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാം അധികാരത്തിന്റെ ഉത്തുംഗ സോപാനത്തിലെത്തുകയാണ്. ജീവിതത്തിൽ നമ്മൾക്ക് അള്ളാഹു തന്നിട്ടുള്ള ആയുസ് അത് ചാടി വീണ് എന്തെങ്കിലും നമ്മളെ കാട്ടിക്കൂട്ടാനുള്ളതല്ല. അവധാനത ഒരു വിശ്വാസിക്ക് ഉണ്ടാകണം. ഇന്ന് നമ്മൾ മദീനത്തു നബവിയിൽ ചെന്നാൽ നമുക്കറിയാലോ, വിശുദ്ധ ഉംറയ്ക്കും ഹജ്ജിനും പോകുന്ന ആളുകൾ ഉംറ നിർവഹിച്ചിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോ അവർ ഏറ്റവും നല്ല വസ്ത്രം, മക്കയിലാണെങ്കിൽ എത്ര പൊടി പിടിച്ച വസ്ത്രമായാലും അതാണ് പടച്ചോന് ഇഷ്ടം.
അസ്ഗസ അഗ്ബറ. അള്ളാഹുവിന് ഇഷ്ടം പൊടി പിടിച്ചിട്ട് ഇഹ്റാമിന്റെ ഡ്രസ്സൊക്കെ ധരിക്കുമ്പോ, ഹജ്ജിന് ഇഹ്റാം കെട്ടുമ്പോ 6-7 ദിവസം ഇഹ്റാമിലായി മുടി ചീകാതെ, എണ്ണ തേക്കാതെ, ശരീരത്ത് മണവസ്തു പൂശാതെ, സോപ്പ് തേച്ച് കുളിക്കാതെ, ശരീരമെല്ലാം അസ്ഗസ അഗ്ബറ, പൊടിപടലം പിടിച്ചിട്ട്, വസ്ത്രമെല്ലാം പൊടിപടലം പിടിച്ച്, ശരീരമെല്ലാം പൊടിപടലം പിടിച്ച്, മുടിയെല്ലാം ജടകെട്ടിയിട്ട് അള്ളാഹുവിന് ഇഷ്ടം അത് തന്നെയാണ്. പക്ഷെ മദീനയിൽ വരുമ്പോഴോ ഒരു സത്യവിശ്വാസി എത്രത്തോളം അണിഞ്ഞൊരുങ്ങാൻ പറ്റുമോ? ഞാൻ പറയാൻ, നമ്മളെയൊക്കെ സ്വഭാവം എന്താണെന്നറിയോ? മാർക്കറ്റിൽ പോകുമ്പോ ഏറ്റവും നല്ല വസ്ത്രം ഇട്ടുകൊണ്ട് പോകും. തിരുവനന്തപുരം ജുമയ്ക്കൊക്കെ ചില ആളുകളൊക്കെ വരും. എന്തൊരു മൊഞ്ച വരുമ്പോ കാണാൻ. അവര് മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ വരുന്നത് തിരുവനന്തപുരത്ത്. എന്താ നിങ്ങളിപ്പോ ഇവിടെ വന്നേന്ന് ചോദിച്ചാൽ പറയും, മിനിസ്റ്ററെ കാണാനുണ്ടായിരുന്നു, സെക്രട്ടേറിയറ്റിൽ വരണമായിരുന്നു, നിയമസഭയിൽ വരണമായിരുന്നു, ഒരു MLA കാണാനുണ്ട്, അതുകൊണ്ട് വന്നതാണെന്നൊക്കെ പറയുമ്പോ നല്ല ടിപ് ടോപ്പാണ്, നല്ല സുഗന്ധദ്രവ്യം പൂശി, നല്ല മൊഞ്ചനായി അവര് പോകും. നമ്മളും അങ്ങനെ തന്നെയല്ലേ? നമ്മളൊക്കെ മാർക്കറ്റിൽ പോകുമ്പോഴും കല്യാണത്തിന് പോകുമ്പോഴും എവിടെ പോയാലും എത്രത്തോളം ഒരുങ്ങാൻ പറ്റുമോ അത്രത്തോളം ഒരുങ്ങിയാ നമ്മൾ പോകുന്നത്. പള്ളിയിൽ വരുന്നതാ, പള്ളിയിൽ വരുമ്പോ അണ്ണാച്ചി കൊടുക്കുന്ന കള്ളി മുണ്ട് കൊടുത്തോണ്ടാ അല്ലേ? പള്ളിയിൽ വരുമ്പോ നമ്മൾ കൈലി കൊടുത്തോണ്ടാ വരുന്നത്. വീട്ടിൽ ആരെങ്കിലും വന്നു എന്നറിഞ്ഞാൽ അലമാരക്കകത്തിരിക്കുന്ന ഏറ്റവും നല്ല വസ്ത്രം എടുത്ത് ധരിച്ചുകൊണ്ട് നമ്മൾ പെർഫ്യൂമൊക്കെ അടിച്ചിട്ട് നമ്മൾ ആളുകളെ മുന്നിലേക്ക് പോകും. ബാങ്ക് കൊടുക്കുമ്പോഴോ ഉടുത്തുകൊണ്ട് കിടന്ന മുണ്ടെടുത്തുകൊണ്ട് നിസ്കരിക്കും. അള്ളാന്റെ മുന്നിൽ എങ്ങനെയാണ്? നമുക്ക് എന്താ അള്ളാഹ് അല്ലേ? നമ്മുടെ ചിന്ത അങ്ങനെയല്ലേ? മദീനയിൽ പോകുമ്പോ ഒരു മനുഷ്യന് ഒരുങ്ങാൻ പറ്റുന്ന ഏറ്റവും നല്ല സന്ദർഭങ്ങളിൽ ഒരു സന്ദർഭം നാട്ടിലെ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുമ്പോഴാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മദീനത്തുൻ നബവിയിലെത്തിയാൽ അവൻ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണം, അവന്റെ കയ്യിരിക്കുന്ന ഏറ്റവും നല്ല അത്തർ പൂശണം. എങ്ങനെ ഒരുങ്ങാൻ പറ്റും അങ്ങനെ ഒരുങ്ങണം. അങ്ങനെ ഒരുങ്ങിയിട്ട് വേണം അഷ്റഫുൽ ഖൽക്കിനെ കാണാൻ പോകാൻ. അള്ളാഹുവിന്റെ ഹബീബിന്റെ ആ ചാരത്ത് ചെന്നിട്ട് പ്രവാചകന്റെ മുമ്പിലേക്ക് നമ്മൾ പോകുമ്പോ നമ്മുടെ മനസ്സ്, ശരീരം ഇതൊക്കെ നല്ല ശുദ്ധമായ നിലയിൽ മാത്രമാണ് നമ്മൾ പോകേണ്ടത്. അങ്ങനെ ചെയ്യാത്ത ഒരു സമൂഹത്തെ അള്ളാന്റെ ഹബീബ് എതിർക്കുകയോ അങ്ങനെ ചെയ്യാത്തവർക്കെതിരെ നടപടിയെടുക്കുകയോ ഒന്നും ചെയ്തില്ല. പക്ഷെ എല്ലാ നിലയിലും അവധാനത മുറുകെ പിടിച്ച ഒരു സഹാബിയെ വാനോളം പുകഴ്ത്തിയിട്ട് നിങ്ങളിൽ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന 2 ഗുണങ്ങളിൽ ഒന്ന് അനാത്താണ്, അവധാനതയാണെന്ന് പറയുമ്പോൾ അതൊരു സത്യവിശ്വാസിക്കുണ്ടായാൽ മുത്തുനബി ഇഷ്ടപ്പെടുന്ന സ്വഭാവം, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന സ്വഭാവം. അതുകൊണ്ട് ഏതൊരു കാര്യത്തിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആലോചിച്ച് ചിന്തിച്ച് തീരുമാനമെടുക്കുക. നന്മയായ കാര്യങ്ങളിൽ ആ വിഷയം പറഞ്ഞപ്പോഴാണ് ഞാൻ 2-3 പ്രവാചകന്മാരുടെ ഉദാഹരണം പറഞ്ഞത്. നന്മയുടെ വിഷയം വരുമ്പോ, കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുന്ന വിഷയം വരുമ്പോ ആ ഒരു ചിന്തയും ആലോചനയും ഡിസ്കസ് ചെയ്യലൊന്നും അതിന്റെ ആവശ്യമില്ല. ആ കാര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ ചെയ്യുക. എന്നാൽ സഹോദരങ്ങളെ, ധൃതി വെക്കുക, ഒപ്രാളം കാണിക്കുക, അജലത്ത് ധൃതി വെക്കുക, ആ കാര്യം ശൈത്താനിൽ നിന്നുള്ളതാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ, ചില ഇബാദത്തുകളിൽ ഒരിക്കലും ധൃതി പാടില്ല. അങ്ങനത്തെ 2-3 കാര്യങ്ങൾ, ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങൾ മാത്രം പറയാം. ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങൾ മാത്രം. ഇനി 1 മണിക്കൂറാണ് അവശേഷിക്കുന്നത്. അള്ളാഹു ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഓരോന്നും കുറിച്ചിട്ടോളി മനസ്സിൽ, ഓരോന്നും കുറിച്ചിട്ടോ. എങ്ങനെയാകണം നമ്മുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ഈ വിഷയങ്ങളിൽ നമുക്ക് ഒരിക്കലും ധൃതി പാടില്ല. ധൃതി അത്യാവശ്യമായ 5 ഘട്ടങ്ങളുണ്ട്. അതെപ്പോഴെന്നറിയോ? എന്നാ അതിൽ നമുക്ക് ധൃതിയുമില്ല. ഒന്ന് ഫി തസ്വീജിൽ ബനാത്തി, പെൺമക്കള് പ്രായമായ പെട്ടെന്ന് കെട്ടിച്ചു വിടണം. പെൺമക്കള് പ്രായമായ പെട്ടെന്ന് കെട്ടിച്ചു വിടണം. ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും കെട്ടിച്ചു വിട്ടോളും, നമ്മളറിയണ്ട. ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും കെട്ടിച്ചു വിടും. സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നമ്മൾ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് പെൺമക്കള് വിവാഹത്തിന്റെ പ്രായമെത്തിയാൽ അവരെ ഉടനെ കല്യാണം കഴിച്ചു വിടണം. 2 ഫി അദാ ഇദ്ദൈൻ, കടം വീട്ടുന്ന വിഷയത്തില് പൈസ വാങ്ങാൻ കൊടുക്കണം. പൈസ വാങ്ങിയാൽ കൊടുക്കണം. നമ്മൾ ഫോൺ വിളിച്ച എടുക്കാത്ത ആരാന്നറിയോ? ഏറ്റവും കൂടുതൽ നമ്മൾ ഒരാളെ ഫോൺ ചെയ്താൽ ഫോൺ എടുക്കാത്ത കൂട്ടരാരാ?
മുഖ്യമന്ത്രിയാണെങ്കിലും ഫോൺ അറ്റൻഡ് ചെയ്യും. നമ്മൾ വിളിച്ചാൽ ഫോൺ എടുക്കാത്ത ഒരു കൂട്ടരുണ്ടെങ്കിൽ നമ്മളിന്ന് കാശ് വാങ്ങിയവന്മാരാ. വാങ്ങുന്ന സമയത്ത് ഭയങ്കര സ്നേഹം, നമ്മൾ പറയില്ലേ ഭയങ്കര ഒലിപ്പീരെന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ പറയാ, തേനും പാലും നമ്മുടെ മുന്നിൽ വന്ന് യാചിക്കും. അത് വാങ്ങി കൊടുക്കേണ്ട സമയം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ തെണ്ടികളെ പോലെ അവരെ വിളിച്ചാൽ പോലും, യാചകരെ പോലെ വിളിച്ചാൽ പോലും അവനൊന്നും ഫോൺ എടുക്കൂല. ഒരാളുടെ വിഷയത്തില് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നിസ്കരിക്കാതെ മാറി നിന്നിട്ടുണ്ടെങ്കിൽ നിസ്കാരമില്ലാത്തവന്റെ മയ്യത്തല്ല, നോമ്പ് പിടിക്കാത്തവന്റെ മയ്യത്തല്ല, കള്ളുകുടിയന്റെ മയ്യത്തല്ല, പലിശക്കാരന്റെ മയ്യത്തല്ല. ആരുടെ മയ്യത്താണ്? പള്ളിയിൽ കൊണ്ടുവെക്കുമ്പോ ചോദിക്കും, ഇവന് കടമുണ്ടോ? കടമുണ്ട്, വീട്ടാൻ ആരെങ്കിലും തയ്യാറുണ്ടോ? ആരുമില്ല. അഷ്റഫുൽ ഖൽഖ് മാറി നിൽക്കും, നിസ്കരിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് പൈസ വാങ്ങിയ തിരിച്ചു കൊടുക്കണം, പൈസ വാങ്ങിയ തിരിച്ചു കൊടുക്കണം. ആ കൊടുക്കുന്ന വിഷയത്തിൽ ധൃതി വേണം. അതേപോലെ ധൃതി ഉണ്ടാകേണ്ട മൂന്നാമത്തെ കാര്യം എന്നറിയോ? ഫി ദഫ്നിൽ മയ്യത്തി, ഫി ദഫ്നിൽ മയ്യത്തി. ഒരാളും മരിച്ചാൽ ജീവിച്ചിരിക്കുന്നവരുടെ ബാധ്യത പെട്ടെന്ന് നടക്കണം. അത് മോ സിംഗപ്പൂരിൽ നിന്ന് വരാണ്ട്, മോള് കോയമ്പത്തൂരിൽ നിന്ന് വരാണ്ട്, ജീവിച്ചിരിക്കുമ്പോ ഒരു തുള്ളി വെള്ളം കൊടുക്കാത്ത വിളക്കുകയാണ്. ജീവിച്ചിരിക്കുമ്പോ ഒരു തുള്ളി വെള്ളം കൊടുക്കാത്തവനാണ്. മരിക്കുമ്പോ എന്തിനാ കാത്തു വെക്കുന്നേ? കാണല് സുന്നത്തില്ല, മരിച്ച അപ്പോഴടക്കണം. അതാണ് വിശ്വാസികളുടെ ബാധ്യത. ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു പോകുന്നു. നാലാമത്തേത്, ഒരു അതിഥി വീട്ടിൽ വന്നാൽ, ഒരു അതിഥി വീട്ടിൽ വന്നാൽ അവനോട് സംസാരം. പിന്നെ ആദ്യം എന്ത് വേണം? ആഹാരം കൊടുക്കണം. ആദ്യം ആഹാരം കൊടുക്കണം. പിന്നെ ഹാദി ഉസ്താദ് ആദ്യം കഴിച്ചിട്ട് കയറാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെ കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും വന്നപ്പോ വെള്ളം കുഴച്ചു തന്നു. ഒരു അതിഥി വീട്ടിൽ വന്നാൽ എന്തുണ്ട് വിശേഷം? യവൻ വിശന്ന് കാഞ്ഞ വയറും കൊണ്ടായിരിക്കും വരുന്നത്. യവന് ഒരു തുള്ളി വെള്ളം കിട്ടിയാൽ കൊള്ളാമെന്ന ചിന്തയിലാണ് വരുന്നത്. അപ്പോഴാണ് നമ്മുടെ സംസാരം. വിശേഷം എന്തുണ്ട്? അവർക്ക് സുഖമാണോ? ഇവർക്ക് സുഖമാണോ? അല്ല, ആദ്യം അവർക്ക് ആഹാരം കൊടുക്കണം, അല്ലെങ്കിൽ വെള്ളം കൊടുക്കണം. എന്നിട്ടാണ് പിന്നെ വിശേഷങ്ങൾ ചോദിക്കേണ്ടത്. ധൃതി വേണം. ഏറ്റവും ഒടുവിൽ അഞ്ചാമത്തേത്, ഒരു പാവം സംഭവിച്ചു പോയ പശ്ചാത്തപിക്കുന്ന വിഷയത്തിൽ ധൃതി ഉണ്ടാകണം. അത് പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. ധൃതി തീരെ പാടില്ലാത്ത 5 കാര്യങ്ങൾ ഞാൻ പറയാം. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യമാണ്. അവധാനത ആ വിഷയത്തിൽ ഉണ്ടാകണം. ഒരിക്കലും ധൃതി പാടില്ല, അവധാനത വേണം. ഈ 5 കാര്യങ്ങളിൽ സഹോദരിമാർക്കൂടെ ശ്രദ്ധിക്കാൻ അത്യാവശ്യമായ, നിങ്ങൾ ഇതിന്റെ പകുതിയാണല്ലോ. ഏതൊരു കാര്യത്തിന്റെയും പകുതിയാണ് സ്ത്രീകള്. മതപ്രസംഗത്തിന്റെ പകുതി ആരാ? സ്ത്രീകള്. എന്തിന്റെയും പകുതി, ദീനിന്റെ പകുതി ആരാ? സ്ത്രീകള്. ഒരാളുടെ ദീനിന്റെ പകുതി എന്ന് പറഞ്ഞാൽ അവന്റെ ഭാര്യയാണ്. ജീവന്റെ പാതി അവരാണ്. റൂഹിന്റെ പാതി എന്നൊക്കെ പറയില്ലേ, അവരാണ്. അപ്പൊ ഏത് വിഷയത്തിലും പകുതി നിങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉപകാരപ്രദമാകുന്ന നിലയിൽ അടിവരയിട്ടുകൊണ്ട് ജീവിതത്തിന്റെ നാളകളിൽ പ്രവർത്തന പദത്തിലേക്ക് കൊണ്ടുവരേണ്ട ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് സഹോദരങ്ങളെ, ധൃതി പാടില്ല, അവധാനത വേണ്ട കാര്യങ്ങളിൽ ഒന്നാമത്തേത് ഏതെന്നറിയോ? സഹോദരങ്ങളെ, പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുകയാണ്. ആ ബാങ്ക് കേൾക്കുന്ന സമയത്ത് നമുക്ക് ആലോചനയും ചിന്തയും അതിനെപ്പറ്റി ുള്ള അന്വേഷണമൊന്നും വേണ്ട. ഉടൻ തന്നെ പള്ളിയിൽ വരണമെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഇന്ന് ചില ആളുകളുണ്ട്, അവര് പള്ളിയിലെ ബാങ്ക് കേൾക്കുമ്പോൾ അവിടെ കടത്തിണ്ണകളിലും അതുപോലെ തന്നെ പള്ളിയുടെ മുറ്റത്തും കാണാം. ഇഖാമത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു ഓട്ടമാണ് പള്ളിയിലേക്ക്, ഒരു ഓട്ടമാണ് പള്ളിക്കകത്ത് കയറിയിട്ടൊരു വെപ്രാളമാണ്. അരുതരുതേ മുസ്ലിം സഹോദരാ, പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നവരെന്തിനാണ്? നീ നമസ്കാരത്തിന് വേണ്ടി തയ്യാറാകാനുള്ള നിർദ്ദേശമാണ്. ആ നിർദ്ദേശം കേട്ടാൽ, ബാങ്ക് വിളി കേട്ടാൽ, നമ്മുടെയൊക്കെ നാടിന്റെ ആചാരം എന്താണ്? 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമസ്കാരം ആരംഭിക്കുക. അതുകൊണ്ട് തന്നെ നിനക്ക് വീട്ടിൽ നിന്ന് ഒന്നുവെടുത്തിട്ട് പള്ളിയിലേക്ക് വരാനുള്ള സമയമുണ്ട്. അങ്ങനെയാണ് ഒരു സത്യവിശ്വാസി ചെയ്യേണ്ടത്. പൂവച്ചല്ല, വീട്ടിൽ നിന്ന് പള്ളിയിൽ നിന്നുള്ള ബാങ്ക് കേൾക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഒന്നുവെടുക്കലാണ് ഏറ്റവും
അഫ്ളലായ ഏറ്റവും കരണീയമായ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് ഞാൻ പറയുന്നത്. വീട്ടിൽ നിന്ന് ഉളുവെടുക്കലാണ്. എന്നിട്ട് വീട്ടിൽ നിന്ന് 2 റക്അത്ത് പരിശുദ്ധമായ റവാത്തിബ് നിസ്കരിക്കല. പള്ളിയിൽ നല്ല സുന്നത്ത് നിസ്കരിക്കേണ്ടത് എവിടെയാണ്? ഈ വീട്ടിൽ ഒരിക്കലും ശ്മശാനമാക്കരുതെന്ന് മുഖ്ദിറെ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ. വീടിനെ നീ മഖബറയാക്കരുതെന്ന് പറഞ്ഞാൽ ആ വീട് നിസ്കാരമില്ലാത്തിടമാക്കരുതെന്നല്ലേ സഹോദരങ്ങളെ? അതുകൊണ്ട് വീട്ടിൽ നിസ്കാരം വേണം. ഏത് നിസ്കാരമാണ്? 2 റക്അത്ത് നീ പരിശുദ്ധമായ റവാത്തിബ് വീട്ടിൽ നിസ്കരിക്കുക. എന്നിട്ട് നീ പള്ളിയിലേക്ക് വന്ന് പ്രവേശന കവാടത്തിലൂടെ കയറുമ്പോ അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക എന്ന് പറഞ്ഞ് പള്ളിയിലേക്ക് കയറിയാൽ സഹോദരങ്ങളെ, നവൈതുൽ ഇഅ്തികാഫ് ഫീ ഹാദൽ മസ്ജിദിലില്ലാ, അല്ലാഹുവിന് വേണ്ടി ഞാൻ ഈ പള്ളിയിലെ ഇഅ്തികാഫിനെ കരുതിയിരിക്കുന്നു എന്ന് ഇഅ്തികാഫിന്റെ നിയ്യത്തോടെ ആ പള്ളിയിലേക്ക് നീ കടന്നു വന്ന 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കാരം നിനക്ക് സുന്നത്താ. ഒരു സത്യവിശ്വാസിയെ കാണുമ്പോ സലാം പറയലാണ് വേണ്ടത്. പരിശുദ്ധമായ ഹറമിലെത്തിയാൽ മത്താഫിൽ തവാഫ് ചെയ്യലാണ്. എന്നാൽ നമ്മുടെ നാട്ടിലെ പള്ളികളിൽ വരുമ്പോ ചെയ്യേണ്ടത് 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കാരമാ. ആ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിച്ചിട്ട് നീ ഇഖാമത്തിന് വേണ്ടി കാത്തിരിക്കല. ആ സമയത്താണ് 15 മിനിറ്റ് കഴിയുമ്പോ അതിനെ വിളിക്കുകയാണ് ഖദ് ഖാമത്തിസ് സലാ, ഖദ് ഖാമത്തിസ് സലാ. ആ സമയത്ത് ഇമാമിന്റെ പിറകിൽ നീ അച്ചടക്കത്തോടെ എഴുന്നേറ്റിരുന്ന് ഇമാമിനോടൊപ്പം മഅ്മൂമായി നമസ്കരിച്ചിട്ട് നമസ്കാരം കഴിഞ്ഞ് ദിക്ർ കഴിഞ്ഞിട്ട് ദുആയിൽ പങ്കെടുത്തിട്ട് അവിടെ നിന്ന് നീ വീട്ടിലേക്ക് പോയിട്ട് ആ റവാത്തിബ് നിസ്കരിക്കേണ്ടത്. ഇതാണ് അഫ്ളലായ കാര്യം. പള്ളിയിൽ വെള്ളത്തിന്റെ ചെലവില്ലല്ലോ, പള്ളിയിൽ ഒരുപാട് ചെലവുകൾ വരുന്നില്ലല്ലോ. അവനവന്റെ വീട്ടിൽ നിന്ന് ഒളുവെടുക്കലാണ് അഫ്ളൽ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിയിൽ തീരെ ഒളുവെടുക്കാൻ പാടില്ലെന്നല്ല. ഇത് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച സുന്നത്തായ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇവിടെ ചിന്തിക്കേണ്ട വിഷയമേതെന്നറിയോ? ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് വരെ പള്ളിയുടെ മുറ്റത്തിരുന്നിട്ട് അല്ലെങ്കിൽ പള്ളിയുടെ മുന്നിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരുന്നിട്ട് ഇഖാമത്തിന്റെ ശബ്ദം കേൾക്കുമ്പോ വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് തൊട്ട് മുമ്പ് 2 റക്അത്ത് നമസ്കാരത്തിന്റെ സ്ഥാനത്തുള്ള 2 ഖുതുബയിൽ അവസാനത്തെ ഭാഗം കേൾക്കുമ്പോ ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅലകും ലഅല്ലകും തദക്കറൂൻ വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. ഇന്ന് എല്ലാ പള്ളികളിലെയും ഖതീബുമാര് ഖുതുബയുടെ 2ാമത്തെ ഖുതുബയുടെ സമാപ്തിയിൽ പറയുമ്പോ കടയിൽ നിന്ന് ഓടി വന്നിട്ട് ഒരച്ചടക്കമില്ലാതെ കാല് കഴുകാറ് ശുദ്ധി വരുത്താറ് പെട്ടെന്ന് നീ പള്ളിക്കകത്ത് കയറിയിട്ട് ഇമാമിന്റെ പിന്നിൽ നിന്ന് തോന്നുന്നത് പോലെ കൈകെട്ടുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, അള്ളാന്റെ പള്ളിയുടെ മുഅദ്ദിന്റെ നാവിലൂടെ ബാങ്ക് വിളിക്കാൻ അവസരമുണ്ടാക്കിയത് നമസ്കാരത്തിന്റെ സമയമായെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഇന്ന് കയ്യിൽ വാച്ചുള്ളവന്, പോക്കറ്റില് മൊബൈലുള്ളവന്, അതല്ലെങ്കിൽ കാലഘട്ടത്തിന്റെ ഓരോ വികസനത്തിന്റെ അല്ലെങ്കിൽ ഓരോ ഏതെല്ലാം അത്യന്താധുനിക സൗകര്യങ്ങളുണ്ടോ അതിലൂടെയല്ല നമുക്ക് സമയത്തിന്റെ ഗതിവിഗതികൾ അറിയാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ടാ പള്ളിയിലെ ബാങ്ക് നിർത്താത്തത്? മുറവിളി കൂട്ടുന്നല്ലോ പള്ളിയിലെ ബാങ്ക് എന്തിനാണ്? ഒരു നാട്ടിലെ 10 പള്ളിയിൽ ഒരു പള്ളിയിലെ ബാങ്ക് വിളിച്ചാ മതിയല്ലോ എന്ന് പറയുകയാണല്ലോ. ചോദിക്കട്ടടോ, 10 വീട്ടിൽ ഒരു വീട്ടില് കഴിച്ചാ പോരെ? 9 വീട്ടുകാരപ്പുറത്തെ ഒരു വീട്ടില് കഴിച്ചു എന്ന് പറഞ്ഞ് ആശ്വസിച്ചാ പോരെ? മലമൂത്ര വിസർജനം 10 വീട്ടിൽ ഒരു വീട്ടിൽ ഒരുത്തൻ ചെയ്താ പോരെ? എന്തിനാണ് 9 വീട്ടുകാരും അതുപോലെ ചെയ്യുന്നത്? അതുപോലെ ചെയ്യണമടോ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നത് എന്തിനാണെന്നറിയോ? കടയിൽ നിൽക്കുന്നവനെ ഹയ്യ അലസ്സലാ, വാടാ നിസ്കരിക്കാൻ സമയമായി മോരെ, ഹയ്യ അലൽ ഫലാ,
വിജയം ഇവിടെയാണ് മോനെ, ഓണത്തിന്റെ ആഘോഷത്തിലല്ല. വിജയം ഇവിടെയാടാ പൊന്നുമോനെ, വടം വലിക്കുന്നതിലല്ലടാ വിജയ പരാജയമുള്ളത്. വാടാ മോനെ, ഇവിടെയാണ് വിജയം. അല്ലാതെ നീ ഊഞ്ഞാൽ അടിക്കൊണ്ടിരിക്കുന്നതിലല്ല, അവിടെ നിന്ന് നീ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളിലല്ലടാ വിജയമുള്ളത്. വിജയം ഇവിടെയാണെന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോ ഓടി വന്ന് അച്ചടക്കത്തോടെ പള്ളിയിൽ കയറി തഹിയ്യത്ത് നിസ്കരിച്ച് കാത്തിരിക്കേണ്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വെപ്രാളം പള്ളിയിൽ ഓടി വരുന്ന വിഷയത്തിൽ വേണ്ട. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സാക്ഷാൽ മുഹമ്മദ് ഇബ്നു ഇസ്മാഈൽ ബുഖാരി റളിയല്ലാഹു തആല അൻഹു തന്റെ സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയ ഹദീസ് പറയട്ടെ, ഇദാ സമിഅ്തുമുൽ ഇഖാമ, ബാങ്ക് കേട്ടാലെന്നല്ല, ബാങ്ക് കേട്ടാലെന്നല്ല, ഇദാ സമിഅ്തുമുൽ ഇഖാമ, ഇഖാമത്ത് നീ കേട്ട് കഴിഞ്ഞാൽ, ഇഖാമത്ത് കേൾക്കുന്നത് ബാങ്ക് വിളിക്കുന്നത് പോലെ മൈക്കിലല്ലല്ലോ. ഇഖാമത്ത് കേൾക്കണമെങ്കിൽ കാല് കഴുകി പള്ളിക്കകത്ത് കയറണ്ടേ. ഇഖാമത്ത് നീ കേട്ട് കഴിഞ്ഞാൽ ഫംശൂ ഇലസ്സലാ, നിസ്കാരത്തിന് വേണ്ടി നീ നടന്നാ വരേണ്ടത്, ഓടിയല്ല. വെപ്രാളത്തിൽ ഓട്ട മത്സരം നടത്തുന്നത് പോലെ PT ഉഷയൊക്കെ വേഗത്തിൽ ഓടി പള്ളിയിൽ വരലല്ല. നീ വരേണ്ടത് എങ്ങനെയാണ്? ഫംശൂ ഇലസ്സലാ, നമസ്കാരത്തിൽ നീ ഇംശി, നടന്നാണ് മോനെ വരേണ്ടത്. വഅലൈക്കും ബിസ്സകീനതി വൽ വഖാർ, അച്ചടക്കത്തോടെ ഭവ്യതയോടെ വിഐപികളെ പോലെ അടക്കത്തോടെ നല്ല നിലയിലാ പള്ളിയിൽ വരേണ്ടത്. വലാ തുസ്രിഉ, നീ വെപ്രാളം കാണിക്കണ്ട. ഫമാ അദ്റക്തും ഫസല്ലു, നീ വന്നപ്പോ ഇമാം ഒരു റക്അത്ത് കഴിഞ്ഞു, എന്നാൽ നീ രണ്ടാമത്തെ റക്അത്തിൽ കൂടിക്കോ മോനെ. ഫമാ അദ്റക്തും ഫസല്ലു, നിനക്ക് ഏത് റക്അത്താണോ കിട്ടിയത് നീ അതിൽ തന്നെ കൂടിക്കോ. വമാ ഫാതകും ഫഅതിമ്മു, നിനക്ക് നഷ്ടപ്പെട്ടത് നീ വീണ്ടെടുത്തോ. റവാഹുൽ ബുഖാരി, നബി മുഹമ്മദ് മുസ്തഫ. അല്ലാതെ ഇമാമും മുൻസഫിൽ നിൽക്കുന്ന ആളുകളൊക്കെ പേടിപ്പിച്ചുകൊണ്ട് ഒരു ചെരുപ്പ് മക്കാമിന്റെ മുകളിലും വീഴും, ഒരു ചെരുപ്പ് പള്ളിയുടെ മുകളിലും വീഴും. എന്തിനങ്ങനെ ഓടുന്നത്? ഇങ്ങനെ ഓടിയിട്ട് എന്ത് കിട്ടാനാ? നീ അച്ചടക്കത്തോടു കൂടി പള്ളിയിലേക്ക് പോകണം, ധൃതി വെച്ച് പോണ്ട. അതിനെന്തു വേണം? ഇഖാമത്ത് കേൾക്കുന്ന അവസ്ഥയിൽ നീ സ്ഥലത്തുണ്ടാകണം. ഇത് ഇസ്ലാമിന്റെ നയമാണ്, ഇത് ഇസ്ലാമിന്റെ നയമാണ്. ഇങ്ങനെ ആരാ വരുന്നത് പള്ളിയിൽ? എന്നാ പള്ളിയിൽ ഒരു ദിവസം ഇമാം ഇല്ലാതിരുന്ന് നോക്കും, അപ്പോഴറിയാം വിവരം. എല്ലെണ്ണം പള്ളി മുറ്റത്ത് വരും. ഒരു പള്ളിയിൽ ടാങ്ക് നിറഞ്ഞിട്ട് വെള്ളം പുറത്തേക്ക് പോവാൻ, ജംഗ്ഷനിലുള്ള, ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ, അള്ളാഹ് കാത്ത്. ഞാൻ എനിക്ക് അനുഭവമുള്ള കാര്യം ഞാൻ പറയുന്നത്. ആ മഹല്ലിൽ, ആ നാട്ടിലുള്ള സകല ആളുകളും പള്ളിമുറ്റത്തുണ്ട്. മോദീനെവിടെ? ഇമാമിനെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചൂടെ? കമ്മിറ്റിക്കാരെ ഓർഡറ എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലായിടവും പള്ളിമുറ്റത്തായി. ആരോ ചെന്നിട്ട് മോട്ടോർ ഓഫാക്കി, എന്നിട്ട് ഹൗദിലൊക്കെ തുറന്നു വിട്ട് പരിഹരിച്ച് ഇഖാമത്ത് കൊടുക്കാൻ സമയമായി. നോക്കിയപ്പോ മോദി മാത്രമുണ്ട്, ബാക്കിയെല്ലാവരും അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിപ്പോയി. അവരുടെ ഡ്യൂട്ടി എന്താ? ഇവരെ ഒന്ന് വരട്ടുക, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ബാങ്ക് ഒന്ന് ടൈം തെറ്റിച്ചു നോക്ക്. ഞാൻ പറയുന്നത് ആക്ഷേപിക്കുകയല്ല, വിമർശിക്കുകയാണ്. ആക്ഷേപിക്കുകയല്ല, വിമർശിക്കുകയാണ്. കാരണം ഒരു വിശ്വാസിക്ക് ആ പള്ളിയിൽ നേരത്തെ കാത്തിരിക്കണം. നമ്മൾ എത്ര സമയമാണ് തീൻമേശയുടെ മുന്നിൽ കാത്തിരിക്കുന്നത്? ഇത്രയും വലിയ ക്ഷമയുള്ള നമ്മളെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ആഹാരം കഴിക്കുന്ന വിഷയത്തിൽ നമ്മൾ കല്യാണം നിക്കാഹ് കഴിഞ്ഞോ? ആ കഴിഞ്ഞു. നമ്മൾ വന്നിട്ട് ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തീൻമേശയുടെ മുന്നിൽ ഓഡിറ്റോറിയത്തിൽ കാത്തു നിൽക്കുന്ന നമ്മുടെ ആ ഒരു ക്ഷമയുണ്ടല്ലോ, എത്ര സമയം മുമ്പാ വരുന്നത്. അല്ലാതെ തുറക്കുന്നു എന്നറിയുമ്പോ എവിടെയോ നിന്നിട്ട് ഓടി വന്നിട്ട് ചാടി കയറലല്ലോ. ആദ്യം കയറാൻ വേണ്ടിയിട്ട് കാത്തിരിക്കല്ലേ നമ്മൾ ചെയ്യുന്നത്. ആ ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിൽ നമ്മൾ കാണിക്കുന്ന ജാഗ്രത എന്തുകൊണ്ട് 5 നേരത്തെ നമസ്കാരത്തിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല? നമുക്ക് അവധാനത നഷ്ടപ്പെട്ടു പോയി. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള സ്വഭാവം നമുക്കില്ല. നമുക്കിഷ്ടം ഏതാ? ശൈത്താൻ ഇഷ്ടപ്പെട്ട വെപ്രാളം. സമയമാകുമ്പോ ഓടി വന്നിട്ട് അത് വേണ്ട. നിങ്ങൾ വരുമ്പോ ഓടി വന്നിട്ട് അങ്ങോട്ട് കയറി അങ്ങോട്ട് ഒരു ബഹളവും കാണിച്ചുകൊണ്ട് പോണ്ട കാര്യമില്ല. നിങ്ങൾ എത്രയാണോ റക്അത്ത് എത്തിച്ചത് അത് നിങ്ങൾ നിസ്കരിക്കുക ഇമാമിനോടൊപ്പം.
വമാ ഫാത്തക്കും ഫഅത്തിമു. നിങ്ങൾക്ക് 2 റക്അത്ത് കിട്ടിയുള്ളൂ, ബാക്കി 2 പൂർത്തീകരിച്ച് നിസ്കരിച്ചോ. ഇത് പറയുമ്പോൾ സഹോദരിമാര് പറയും, ഞങ്ങൾക്ക് ഇത് വലിയ കാര്യമില്ലല്ലോ, ഞങ്ങൾ ബാങ്ക് കേട്ട വീട്ടിൽ കൃത്യമായി നിസ്കരിക്കുകയാണല്ലോ, ഞങ്ങൾക്ക് ഇതിൽ എന്താ ഗുണമുള്ളത്? നിങ്ങളുടെ ഭർത്താക്കന്മാരെ കുട്ടികളാക്കി വിടേണ്ട ഡ്യൂട്ടി നിങ്ങൾക്ക്. ഭർത്താക്കന്മാരെ ഈ വിഷയത്തിൽ, ഭർത്താക്കന്മാരുടെ ഇബാദത്തിന്റെ വിഷയത്തിൽ തീരുമാനമെടുപ്പിക്കേണ്ടത് വീട്ടിലെ സ്ത്രീകളാണ്. അതാണ് ഏറ്റവും നല്ല സ്ത്രീ എന്ന് പറയുന്നത്. അള്ളാഹു നല്ല ദാമ്പത്യ ജീവിതം, നല്ല കുടുംബം, നല്ല ദീനിയായ കുടുംബം, അങ്ങനെയുള്ള നല്ല കുടുംബങ്ങളാക്കി അള്ളാഹു നമ്മുടെ കുറച്ച് പേരടങ്ങുന്ന നമ്മുടെ ആ സന്തോഷകരമായ ജീവിതത്തെ അള്ളാഹു താല ഇമ്പമുള്ളതാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ അവധാനത വേണം. ഞാൻ ചുരുക്കി പറയാ. രണ്ടാമത്തേത് വിശുദ്ധ ഖുർആൻ ഓതുന്ന വിഷയത്തിൽ. റമളാനിന്റെ അവസാനത്തെ ഇപ്പോ അങ്ങനെയാണ്. റമളാനിൽ ഇപ്പോ സ്ത്രീകൾക്ക് റമളാനിൽ 10 ഖത്തം തീർത്തവർക്ക് വെറുതെ ഉംറയ്ക്ക് കൊണ്ടുപോകാം. അതിന്റെ വെറുതെ ഉംറയ്ക്ക് കൊണ്ടുപോകണത് നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നേരായൊരു വഴിയുണ്ട്, നേരായൊരു പാതയുണ്ട്. ആ പാത നമ്മൾ പിൻപറ്റിയാൽ മാത്രം മതി. 10 ഖത്തം തീർക്കുക എന്ന് പള്ളിയിലെ ഉസ്താദ് പറഞ്ഞാൽ എന്തായിരിക്കും സഹോദരിമാര് ചെയ്യുക? ഓടിപ്പോവുക അല്ല അവർ ചെയ്യുക, ഓടിപ്പോവുക ചെയ്യുക. 1 പേജ് മറിക്കാനുള്ളത് 2 പേജ് മറിക്കും. വിശുദ്ധ ഖുർആൻ ഓതുമ്പോ റമളാൻ എടുത്തു പറയാൻ കാരണം ആ റമളാൻ മാസത്തിലാണ് ഖുർആൻ കൂടുതൽ ഖത്ം നമ്മൾ ചെയ്യുന്നത്. എത്ര ഖത്തം ഓതി എന്ന് കൂടുമ്പോ ഞാനാണ് അതിൽ ഏറ്റവും കൂടുതൽ ഓതി എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം അത് അപകടത്തിലാണ്. കാരണം ഓതേണ്ട രീതി എങ്ങനെയാണെന്നറിയോ? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങൾക്ക് ഖുർആൻ ഓതുന്ന വിഷയത്തിൽ അവധാനത വേണം, വെപ്രാളം നിങ്ങൾ കാണിക്കരുത്. നിങ്ങൾ പതുക്കെ, വേഗം കുറച്ച്, സ്പീഡ് കുറച്ചാ നിങ്ങൾ ഖുർആൻ ഓതേണ്ടത്. തറാവീഹൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് പെരുന്നാളിന്റെ അന്ന് പള്ളിയിൽ വരുന്നവരുടെയൊക്കെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കൊട്ടൻ ചുക്കാതെ തൈലം തേക്കാതെ ആർക്കെങ്കിലും എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ? ഈ 30 ദിവസം തറാവി നിസ്കാരത്തിൽ ഇങ്ങനെ കുനിഞ്ഞു നൂന്നിട്ട് സ്പീഡും വേഗതയും കാണിക്കുന്നത്. സാവകാശം നിസ്കരിക്കണം. അതുകൊണ്ടാണ് തറാവീഹ് എന്ന് പേര് വന്നത്. ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കണം. ഈ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നിങ്ങൾക്ക് വെള്ളം കുടിക്കണമെങ്കിൽ കുടിക്കാം, വിശ്രമിക്കണമെങ്കിൽ വിശ്രമിക്കാം. ഇത് പെട്ടെന്ന് 20 റക്അത്ത് പൂർത്തീകരിച്ചിട്ട് അടുത്ത പണി നോക്കി പോകാനുള്ള നമ്മുടെ വ്യഗ്രതയും വെപ്രാളവും. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, സൂറത്തുകൾ പലപ്പോഴും നമുക്ക് പൂർണ്ണമായി ഓതാൻ കഴിയാതെ വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ട് മനോഹരമായി, ഇനി ചെറിയ സൂറത്തുകളാണെങ്കിലും നിൽക്കുന്നവരെ ഒക്കെ പരിഗണിച്ചുകൊണ്ട് ചെറിയ സൂറത്തുകൾ ഒരു മഹലിൽ ഓതിയാൽ അത് ഗുരുതരമായ വീഴ്ചയാണ്, തെറ്റാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? എത്രയോ പ്രായമുള്ള ആളുകളാ പുറകിൽ നിൽക്കുന്നത്. അവർക്ക് പല അസുഖമുള്ളവരുണ്ടാവും, ഷുഗർ രോഗികളുണ്ടാവും. അപ്പൊ അവരെയൊക്കെ പരിഗണിക്കണം. ചെറിയ സൂറത്ത് ഓതിയാലും വേഗത്തിൽ ഓതുന്നത് ശൈത്താന്റെ പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത്, സൂറത്ത് സ്വാദ് എടുത്തു നോക്കിയാൽ രണ്ടാമതായി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ അവധാനത വേണ്ട കാര്യമേതെന്നറിയോ? കിതാബുൻ അൻസൽനാ ഇലൈക മുബാറകുൽ ലിയദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. അല്ലാഹു പറയുകയാണ് സൂറത്ത് സ്വാദിലൂടെ, അല്ലാഹു പറയുകയാ, കിതാബുൻ അൻസൽനാ, നാം ഇറക്കിയ ഈ വിശുദ്ധമായ ഗ്രന്ഥമുണ്ടല്ലോ, ഇലൈക, ഓ പ്രവാചകരെ, അങ്ങയിലേക്ക് നാം ഇറക്കിയ വിശുദ്ധമായ ഗ്രന്ഥമുണ്ടല്ലോ, മുബാറക്, അത് പവിത്രമാണ്, അത് അനുഗ്രഹീതമാണ്. ഇലിയദ്ദബ്ബറു ആയാതിഹി, ഓതുന്ന ആളുകൾ അതിന്റെ ആയത്തുകളെ ചിന്തിക്കാൻ വേണ്ടിയാ. വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവന് ഗുണപാഠം ഉൾക്കൊള്ളാനാ ഖുർആൻ അല്ലാഹു നമുക്ക് തന്നത്. ചോദിക്കട്ടെ മുസ്ലിമേ, ഞാൻ എന്റെ പൂവച്ചലുകാരോട് മാത്രമല്ല ചോദിക്കുന്നത്, എന്നോട് തന്നെയാ ഞാൻ ചോദിക്കുക. അതോടൊപ്പം എന്റെ പ്രിയപ്പെട്ടവരെ, ഇതാരൊക്കെ കാണുന്നുണ്ടോ, അതെല്ലാ ഭാവിയിൽ കാണാനിരിക്കുന്നുണ്ടോ, അവരോടുമൊക്കെ ഞാൻ ചോദിക്കുകയാണ്. എല്ലാ തികഞ്ഞെന്ന് കരുതിയിട്ട് ചോദിക്കുന്നതല്ല. എന്റെയും നിങ്ങളുടെയും വിഷയത്തിലുള്ള ഏറ്റവും വലിയ പരാജയം ഒരു
കാര്യം സമ്മതിച്ചുകൊണ്ട് ചോദിക്കുകയാ, സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ദിവസം 17 തവണ ഓതാറുണ്ടല്ലോ നിർബന്ധമായിട്ട്. സുബഹിക്കും ളുഹറിനും അസ്റിനും മഗ്രിബിനും ഇശാഇനുമായിട്ട് 17 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഓതൽ നിർബന്ധമാണല്ലോ. ഇത് കൂടാതെ സുന്നത്ത് നമസ്കാരത്തിൽ എത്ര ഓതുകയാ? രാത്രി കിടക്കാൻ നേരത്ത് നമ്മൾ ഓതാറുണ്ടല്ലോ. എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ നമ്മൾ ഓതാറുണ്ടല്ലോ. ഈ ഫാത്തിഹയുടെ അർത്ഥമറിയുന്ന എത്ര പേരുണ്ട് മുസ്ലിമേ? എത്ര പേർക്ക് പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹയുടെ ആയത്തിന്റെ അർത്ഥമറിയാ? അല്ലാഹ് പറയുകയാണ്, ലിയദ്ദബ്ബറു ആയാതിഹി, അതിന്റെ ആയത്തുകളെ ചിന്തിക്കാൻ വേണ്ടിയാണ് അല്ലാഹു ഖുർആനിനെ ഇറക്കിയത്. മരണ വീട്ടിൽ മാത്രം ഓതാനുള്ളതാണെന്ന് കരുതിയോ? അല്ലെങ്കിൽ ഖുർആൻ റമളാനാകുമ്പോ ഖത്തമോട് തീർന്നിട്ട് ഉംറയ്ക്ക് വേണ്ടി പാക്കേജ് സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമുള്ളതാണോ? അതല്ലെങ്കിൽ സഹോദരങ്ങളെ, ഖുർആനിനെ മനോഹരമായി ഓതിയിട്ട് കേൾക്കാൻ വേണ്ടി മാത്രമുള്ളതാണോ? ഖുർആന്റെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ വേണ്ടി മാത്രമുള്ളതാണോ? ഖുർആൻ പ്രസംഗിക്കാൻ വേണ്ടി മാത്രമുള്ളതാണോ? അല്ല. ആ ഖുർആനൊന്ന് ചിന്തിക്കാൻ, ഖുർആനിന്റെ ആയാത്തുകളെ പറ്റി ഒന്ന് മനസ്സിരുത്തി ഒന്ന് ആലോചിക്കാൻ അല്ലാഹ് പറയുകയാണ്, ലിയദ്ദബ്ബറു ആയാതിഹി, ഓടിപ്പോകലല്ല, ഓതികിട്ട ആയത്തുകളെ ചിന്തിക്കല. എങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്നറിയോ? വിശുദ്ധമായ ഖുർആൻ ഓതുന്നത് സൗദി അറേബ്യയിലെ പരിശുദ്ധമായ ഹറമുകളില്, ആ ഹറമുകളിലെ ഇമാമിങ്ങൾ ഓതുന്ന ഖുർആൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആയത്തുകൾ എത്തുമ്പോ അവര് വിങ്ങി പൊട്ടുകയാണ്. കാരണം എന്തെന്നറിയോ? അവര് ചിന്തിച്ചിട്ടാണ് ഖുർആൻ ഓതുക. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരു ദിവസം വീട്ടിൽ ഇങ്ങനെ കഴിയുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ആയിഷ ബീവിയുടെ വീട്ടിന്റെ മുന്നിലൂടെയാണ് ഞാൻ മാർക്കറ്റിലേക്ക് പോകുന്നത്. ആയിഷ ബീവിക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണോ വേണ്ടയോ എനിക്കറിയില്ല. പക്ഷെ ആയിഷ ബീവിയുടെ വീട്ടിൽ ചെന്നിട്ട് ചോദിക്കാൻ ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ടല്ലോ. വീട്ടിൽ ചെന്നിട്ട് ചോദിക്കാ, ആയിഷ ബീവി എന്ന് നമ്മുടെ ഉമ്മയ്ക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണോ? ആയിഷ ബീവിയുടെ വീട്ടിലെത്തുമ്പോ ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിസ്കാരത്തിൽ കൈകെട്ടി നിൽക്കുകയാ. നമസ്കാരത്തിന് വേണ്ടി കൈകെട്ടി നിൽക്കുകയാണ്. അവര് നിസ്കാരത്തിന് കൈകെട്ടിക്കിട്ട് ഓതുന്ന ആയത്തേതെന്നറിയോ? എന്റെ പൂവച്ചലുകാരോട് പറയുമ്പോ, എന്നെ കേൾക്കുന്ന വിശ്വാസികളോട് പറയുമ്പോ, സഹോദരങ്ങളെ, ഓരോ ആയത്തുകളും നമ്മൾ പഠിക്കണം. എത്രയോ വർഷം കഴിഞ്ഞു, 13 വർഷമായല്ലോ അബ്ദുൽ ഹാരി ഉസ്താദ് നമ്മുടെ ഇമാമായിട്ട്. 13 വർഷം ഒരു വിശ്വാസി പള്ളിയിൽ കൃത്യമായി വരുന്ന ഒരാൾ, ഉസ്താദ് വന്ന ആ നാളെ മുതൽ ഇന്ന് വരെ ഉസ്താദിന്റെ അടുക്കൽ ചെന്നിട്ട് എനിക്ക് ഒരു വഖത്തിലെ നിസ്കാരത്തിന് വരുമ്പോ 2 ആയത്തിന്റെ അർത്ഥം നിങ്ങൾ പറഞ്ഞാ മതി എന്ന് പറഞ്ഞെങ്കിൽ തന്നെ സഹോദരാ, എത്ര വർഷം കൊണ്ട് നമുക്ക് ഖുർആനൊന്നും മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു? ആരാ ഖുർആൻ പഠിക്കാൻ മനസ്സ് വെക്കുന്നത്? നിസ്കാരത്തിന് പള്ളിയിൽ വരുന്നുണ്ടല്ലോ, നിസ്കാരം കഴിഞ്ഞിട്ട് 5 മിനിറ്റ് ഉസ്താദിന്റെ മുന്നിലിരുന്നിട്ട്, ഉസ്താദേ സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥമെങ്കിലും എനിക്കൊന്ന് പഠിപ്പിച്ചു തരുവോ? ആയത്ത് ഞാൻ ഓതുമ്പോൾ എന്റെ ഹൃദയമൊന്ന് വിങ്ങലാകട്ടെ, എന്റെ ഹൃദയമൊന്ന് പിടപെടയ്ക്കട്ടെ. അതുകൊണ്ട് എനിക്ക് ഖുർആൻ പഠിക്കണമെന്ന് ചിന്തിക്കുന്ന എത്ര വിശ്വാസികളുണ്ട്. ഞാനൊരു ഉദാഹരണം പൂവച്ചല് പറഞ്ഞതാ, ആർക്കും അതിന് തയ്യാറല്ല. പക്ഷെ ആയിഷ ബീവിനെ നമ്മുടെ ഉമ്മയുണ്ടല്ലോ, നമസ്കാരത്തിന് വേണ്ടി കൈകെട്ടി നിൽക്കുമ്പോ ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു പള്ളി വീടിന്റെ അപ്പുറത്ത് വന്ന് നിൽക്കുകയാ. എന്താ എന്റെ ഉമ്മയ്ക്ക് വാങ്ങേണ്ടതെന്ന് ചിന്തിച്ചവിടെ മാറി നിൽക്കുമ്പോൾ കൈകെട്ടി നിന്നിട്ട് പ്രിയപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഓതുകയാണ്, ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂ. അല്ലാഹു വലിയ അനുഗ്രഹം നമുക്ക് ചൊരിഞ്ഞിരിക്കുകയാ. അതുകൊണ്ട് തന്നെ പടച്ചതമ്പുരാ തീക്കാറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുകയാ, നരകത്തിന്റെ ഭീകരമായ കുണ്ടിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുകയാ. ഈ അർത്ഥം വരുന്ന ആയത്തോതുന്നത് കേട്ടപ്പോൾ ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു ആയിഷ ബീവിയുടെ വീട്ടിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാ. അവരെ റുക്കൂ ചെയ്യട്ടെ, പിന്നീട് ഇഅ്തിദാലിൽ വരട്ടെ, പിന്നീട് സുജൂദ് ചെയ്യട്ടെ, സലാം വീട്ടട്ടെ. എന്തു ചെയ്യാനാ? മണിക്കൂറുകൾ കഴിഞ്ഞു. മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ ആയത്ത് നിർത്തുന്നില്ല. ഒന്നാമതും രണ്ടാമതും മൂന്നാമതും അത് തന്നെ ഓതിക്കൊണ്ടിരിക്കുകയാ. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂ.
ഇതോദിയിട്ട് ആയിഷാ ബീവി കരയുകയാ. ആയിഷാ ബീവിയുടെ കവിൾത്തടത്തിലൂടെ കണ്ണീർ തുള്ളികൾ ചാലിട്ടൊഴുകുകയാ. ഇതാരാണ് പെങ്ങളെ ഓടിക്കരയുന്നത്? സിദ്ദീഖിന്റെ പൊന്നുമോള് സിദ്ദീഖയല്ലേ? ഹബീബായ നബിയുടെ ചൂടും ചൂരുമേറ്റ പ്രിയപ്പെട്ടവരല്ലേ? സ്വർഗത്തിൽ ഞാൻ കഴിഞ്ഞാൽ പിന്നീട് എന്റെ പിന്നാലെ സ്വർഗത്തിലേക്ക് കടന്നു വരുന്ന എന്റെ സിദ്ദീഖാണെന്ന് പറഞ്ഞ നല്ല വാപ്പാന്റെ രക്തത്തിൽ നിന്ന് നല്ല ഉമ്മാന്റെ ഗർഭാശയത്തിലേക്ക് പാസ് ചെയ്യപ്പെട്ട് അവിടെ നിന്ന് പ്രസവിച്ച് ലോകത്തെ ഏറ്റവും വലിയ ശ്രേഷ്ഠവാനായ നബി മുഹമ്മദ് മുസ്തഫ അവിടുത്തെയുടെ ശരീരത്തിന്റെ ചൂടേറ്റ് വാങ്ങിയ ആയിഷത്തുൽ തുഹ്റാ റളിയല്ലാഹു തആല അൻഹ നമസ്കാരത്തിൽ കരഞ്ഞുകൊണ്ട് ഒരേ ആയത്ത് തന്നെ ആവർത്തിച്ചെങ്കിൽ അതിന്റെ ആശയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവർക്ക് കഴിഞ്ഞതുകൊണ്ടാ. എന്തുകൊണ്ട് പൂവച്ചലിലെ ആയിഷമാർക്ക് അതിന് കഴിയുന്നില്ല? എന്തുകൊണ്ട് കാട്ടാക്കടയിലെയും അതുപോലെ കിള്ളിയിലെയും കൊണ്ണിയൂരിലെയും പേഴുമൂട്ടിലെയും പുത്തമ്പള്ളിയിലെയും അതുപോലെ നമ്മുടെ നാടുകളിലെ പെണ്ണുങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? അവർക്ക് ഖുർആനുമായി ബന്ധമുണ്ടോ? ആരോടോ വാശിക്ക് വേണ്ടി കെട്ടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാ. ഞാൻ അങ്ങനെ ചെയ്യുമടാ, ആരടാ ചോദിക്കാനുള്ളത്? ഏത് മഹലിലാടാ എനിക്ക് വിലക്കൊള്ളാനുള്ളത്? ഏത് പണ്ഡിതനാടാ എനിക്കെതിരെ പ്രസംഗിക്കാനുള്ളത് എന്ന് ചോദിച്ചിട്ട് വാശിയോടെ വീറോടെ എന്തെല്ലാം കാണിച്ചു കൂട്ടുന്ന മുസ്ലിം പെണ്ണേ, ഒരു കാര്യം എഴുതി വെച്ചോ. അള്ളാന്റെ ഖുർആൻ നിനക്ക് തന്ന വാപ്പ മരിക്കുമ്പോ ഓതാൻ മാത്രമല്ല, ഭർത്താവ് മരിക്കുമ്പോ ഓതാൻ മാത്രമല്ല, പ്രഭാത സൂര്യ കിഴക്കൻ ചക്രവാളത്തിൽ പൊട്ടിവിടരുമ്പോ നിന്റെ പൊന്നുമക്കളെ കയ്യിൽ കൊടുത്തിട്ട് 1-ാം ജുസുവും 5-ാം ജുസുവും 30-ാം ജുസു എന്ന പേരിൽ മക്കളുടെ കയ്യിലെ സഞ്ചിയിലെ ഖുർആനും എടുത്തിട്ട് മദ്രസകളിലേക്ക് പറഞ്ഞു വിട്ട് ആ പൊന്നുമക്കളെ അലിഫെന്ന അക്ഷരം എഴുതിയിട്ട് അദബ് പഠിച്ചിട്ട് ഖുർആനിന്റെ വാക്കുകൾ കൂട്ടിച്ചേർത്ത് പഠിച്ച് ആ പൊന്നുമക്കളെ പഠിപ്പിക്കാൻ മാത്രമാണോ ഖുർആൻ അല്ല തന്നത്? അല്ല. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. അല്ലാഹു സൂറത്തു സ്വാദിലൂടെ പറയുകയാണ്, ഗുണപാഠം ഉൾക്കൊള്ളുന്നവന് പാഠം ഉൾക്കൊള്ളാൻ, ഓതിയിട്ട് ചിന്തിച്ചിട്ട് പൊട്ടിക്കരയാൻ. ഹറമിലെ ഇമാമിങ്ങളെ പറ്റിയിട്ട് വലിയ ഇസ്ലാമിക രാജ്യങ്ങളിൽ ആ ഇസ്ലാമിക രാജ്യങ്ങളിലെ സ്വീകരണങ്ങളിൽ ഹറമിലെ ഇമാമിങ്ങളെ പറ്റി പറയുന്നത് എന്തെന്നറിയോ? അവരുടെ തിലാവത്ത് ഓതലിനെ പറ്റി പറയുന്നത് അവ്വലുഹു മിൻ ഖൽബിഹി സുമ്മ മിൻ ലിസാനിഹി. ആദ്യം അവിടെ ഓതൽ വരുന്ന കൽബീന്ന. എത്ര ഇമാമിങ്ങളാന്നറിയോ ഒരായത്തോതിയിട്ട് അത് പൂർത്തിയാക്കാൻ കഴിയാതെ പൊട്ടി പൊട്ടി കരഞ്ഞു പോകുന്നത്? നമ്മളൊക്കെ ഉംറയ്ക്ക് പോകുമ്പോ പുറകിൽ നിന്നിട്ട് നമ്മൾ കേൾക്കാറുണ്ടല്ലോ. ശമ്പളം കുറഞ്ഞതിന്റെ പേരിലാണോ? അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ ഉള്ളതിന്റെ പേരിലാണോ? അല്ല. അവർക്ക് ആ ആയത്ത് പൂർത്തിയാക്കാൻ പറ്റാത്തത് അവരുടെ കൽബ് ആ ആയത്തുമായിട്ട് ചിന്തിച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ ആകൃഷ്ടരായിട്ട് അത് തമ്മിൽ ഇങ്ങനെ പിണഞ്ഞു കിടക്കുക. നമുക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഫാത്തിഹയുടെ അർത്ഥം നമുക്കറിയോ? എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കരുണാനിധിയും കരുണാകരനും അല്ലേ? കരുണാനിധിയും കരുണാകരനും അല്ലല്ല, കരുണാനിധിയും കാരുണ്യവാനും നമ്മൾ അർത്ഥം വെക്കുന്നതാണ്. അന്നും അർത്ഥം വെക്കുന്ന അങ്ങനെ തന്നെ ഇന്നും. എന്താ ഈ കരുണാനിധി? തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി അല്ലാതെ കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഒരു കരുണാനിധിയും ഒരു കാരുണ്യവാനും മാത്രമെന്ന അർത്ഥത്തിൽ ഒതുങ്ങി നിൽക്കുന്നതാണോ പടച്ചവൻ? റഹ്മാനും റഹീമും എന്തെന്ന് പഠിക്കണ്ടേ? ഒരു സ്വാമി പഠിച്ച് ഈ കാലം ഏതാ എന്റെ പ്രിയപ്പെട്ടവരെ? സ്വാമിമാര് ഖുർആൻ പഠിക്കുന്ന കാലമാ. പള്ളിയിൽ അച്ഛന്മാര്, പാലയുടെ അച്ഛനല്ല, പള്ളിയിൽ അച്ഛന്മാര് അവര് ഖുർആൻ പഠിക്കുന്ന കാലമാണിത്. പള്ളിയിൽ അച്ഛന്മാര് ഖുർആൻ പഠിക്കുന്ന കാലം. നല്ല ഒരു സ്വാമിജി ഖുർആനെ പറ്റി ഒരു ചെറിയ ഗ്രന്ഥം എഴുതി. വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ, ഖുർആൻ അദ്ദേഹം പഠിച്ചത് അദ്ദേഹത്തിന്റെ പേന കൊണ്ട് അദ്ദേഹം എഴുതി തൂലികയാക്കി കേരളത്തിന് സമ്മാനിച്ചു. റഹ്മാനും റഹീം എന്ന് പറയുന്ന സൂറത്തുൽ ഫാത്തിഹയിലെ ഈ ആയത്തിന് അർ-റഹ്മാനിർ റഹീം അല്ലെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന ആ ആയത്തിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന അർത്ഥം അല്ലെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കിയ അർത്ഥം, ആശയം അദ്ദേഹം എഴുതി വെച്ചിരുന്ന കണ്ടപ്പോ അത്ഭുതപ്പെട്ടു പോയി. നമ്മൾ ഇപ്പോഴും കരുണാനിധിയും കരുണാകരനും കൊണ്ടിരിക്കുക.
അദ്ദേഹം പറയാണ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഈ ലോകത്ത് ഗുണം ചെയ്യുന്നവൻ. റഹീം, ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് മാത്രം പരലോകത്ത് ഗുണം ചെയ്യുന്നവൻ. അങ്ങനെയാണ് എന്റെ അർത്ഥം. സമ്മതിച്ചു, ഞാൻ അധിക്ഷേപിക്കുന്നതല്ല. പക്ഷേ ഇതൊന്ന് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറുണ്ടോ? സ്വാമിജി പറയാണ്, ആ സന്യാസി പറയാണ്, റഹ്മാൻ എന്ന് പറഞ്ഞാൽ മഴവെള്ളം പോലെയാണ്. മഴവെള്ളം പോലെയാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമ്മൾ എന്തെങ്കിലും പണിയെടുത്തിട്ടാണോ മഴവെള്ളം കിട്ടുന്നത്? നമുക്ക് എന്തെങ്കിലും ഇടപെടലുകളുണ്ടോ മഴവെള്ളം കിട്ടുന്നതിൽ? ഒന്നുമില്ല. മഴവെള്ളം എല്ലാവർക്കും കിട്ടും. റഹീം എന്ന് പറഞ്ഞാൽ കിണറ്റിലെ വെള്ളം പോലെയാണ്. കിണർ കുഴിച്ച് കാശ് മുടക്കി കുത്തുന്നവന് മാത്രമേ കിണറ്റിലെ വെള്ളം കിട്ടൂ, അതെല്ലാവനും കിട്ടൂല. എന്റെ വീട്ടിലെ പുരയിടത്തിൽ കിണറിന് ഞാൻ കാശ് കൊടുത്ത് കിണർ കുത്തിയാൽ അബ്ദുൽ ഹാദി ഉസ്താദിന് അതിൽ നിന്ന് വെള്ളം കിട്ടൂല, എനിക്കേ കിട്ടൂ. ഞാൻ കഷ്ടപ്പെട്ടാൽ എനിക്ക് കിട്ടും, അതാണ് റഹീം. ഞാൻ ഇവിടെ ഇബാദത്തെടുത്താൽ എനിക്ക് ആഖിറത്തിൽ എനിക്ക് മാത്രമേ ഗുണം കിട്ടൂ. എത്ര വിശാലമായിട്ട് അവർ ഖുർആൻ പഠിക്കുന്നു. നമ്മളാണെങ്കിലോ നമുക്കതിന് സമയമില്ല.